massive 7.7 magnitude earthquake, which had its epicenter in Myanmar, has jolted Thailand. At least 23 people have been killed and several injured in both the. ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രകൃതി ദുരന്തം നമ്മെ എല്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ അടുത്ത് നമ്മളായിരിക്കുമോ എന്ന്. അതും മാർച്ച് 28 വെള്ളിയാഴ്ച മ്യാൻമറിലുണ്ടായ പ്രകൃതി ദുരന്തം, ഭൂചലനം രാജ്യത്തെ മുഴുവനും നടുക്കി. അതിന്റെ വ്യാപ്തി 7.7 മാഗ്നിറ്റ്യൂഡായിരുന്നു. 100 വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു ഭൂകമ്പം അവിടെ ഉണ്ടായിരിക്കുന്നത്. മ്യാൻമറിൽ മാത്രമല്ല, അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങൾ, വിയറ്റ്നാം, തായ്ലാന്റ്, ചൈനയിൽ പോലും ഈ ഭൂചലനത്തിന്റെ പ്രഭാവം അനുഭവപ്പെട്ടിട്ടുണ്ട്. ബാങ്കോക്കിൽ ഒരു 30 നില കെട്ടിടം തകർന്നു വീഴുന്ന വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മ്യാൻമറിലുണ്ടായ ഈ ഒരു ഭൂകമ്പം, അതിന് പുറകിലുള്ള സത്യം. മ്യാൻമറിലെ സൈന്യം പല ലോകരാജ്യങ്ങളോട് സഹായം അപേക്ഷിച്ചിട്ടുണ്ട്. സത്യത്തിൽ എല്ലാ രാജ്യങ്ങളും സഹായിക്കുമോ? ഇന്ത്യ സഹായിക്കുമോ? ഇപ്പോ ഇങ്ങനൊരു ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം? മ്യാൻമർ അവിടം ഒരു സാധാരണ ഭരണമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, പട്ടാള ഭരണം. ഈ സൈനിക ഭരണകൂടത്തിനെതിരെ അവിടെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. ഇനി അഥവാ സംസാരിക്കുകയാണെങ്കിൽ വ്യോമസേന തന്നെ ഇറങ്ങി അവിടെ ആക്രമണം നടത്തും. ഒരു ഗ്രാമത്തെ മുഴുവനും നശിപ്പിക്കും. 10 കുടുംബത്തെ മുഴുവനായും കൊന്നുതള്ളി. ഇതൊക്കെ മ്യാൻമറിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അതിനാൽ അവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കങ്ങനെ എളുപ്പത്തിൽ അറിയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാലും ഇല്ല. 2021 ഈ ഒരു അട്ടിമറിക്ക് ശേഷം മ്യാൻമറിൽ ഈ സൈനിക ഭരണകൂടം വന്നു. ഇത് എല്ലാ വിവരങ്ങളിലേക്കുമുള്ള പ്രവേശനത്തെ തന്നെ സങ്കീർണമാക്കി. മിക്കവാറും എല്ലാ പ്രാദേശിക റേഡിയോ, ടെലിവിഷൻ, പ്രിന്റ്, ഓഡിയോ മാധ്യമങ്ങൾ ഇവയെല്ലാം ആ ഭരണകൂടം നിയന്ത്രിക്കുകയാണ്. ഇന്റർനെറ്റ് ഉപയോഗം നിയന്ത്രിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രശ്നമുണ്ടായ ആ ഒരു ബാധിത പ്രദേശം, അവിടെ മൊബൈൽ ലൈനുകൾ പോലും വിരളമാണ്. 10,000-കണക്കിന് ജനങ്ങൾ വൈദ്യുതി ഇല്ലാതെ ജീവിക്കുന്നു. അതിനാൽ ഇപ്പോ ഈ സംഭവിച്ചിരിക്കുന്ന അപകടം, അതിനുശേഷമുണ്ടായ അപകടം, അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ, ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ, ഇവയെക്കുറിച്ചൊന്നും നമുക്ക് പൂർണ്ണമായ ഒരു അറിവ് നേടാൻ സാധിക്കില്ല. എങ്കിലും 100 വർഷത്തിനിടെ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ഭൂകമ്പം നേരിൽ കണ്ട ഭയത്തിലും ഞെട്ടലിലുമാണ് ആ രാജ്യത്തെ ജനങ്ങൾ. മ്യാൻമറിലെ സായ്ഗയിങ്ങിന് 16 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. മ്യാൻമറിലെ 2ാമത്തെ വലിയ നഗരമായ മണ്ഡലയ്ക്ക് സമീപമാണിത്. ഏകദേശം 1.5 ദശലക്ഷം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. 28-ാം തീയതി 12:50 ആദ്യത്തെ ഭൂകമ്പം ഉണ്ടായി. 12 മിനിറ്റിന് ശേഷം 6.4 തീവ്രതയോടുകൂടിയ 2ാമത്തെ ഭൂകമ്പം ഉണ്ടായി. അതിനുശേഷം ഈ ഭൂചലനങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഞായറാഴ്ചയുണ്ടായ ഏറ്റവും വലിയ ഭൂചലനം മണ്ഡലയുടെ വടക്ക് പടിഞ്ഞാറ് 5.1 തീവ്രതയിലുള്ള ഭൂചലനമായിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ ഭൂചലനം 7.7 മാഗ്നിറ്റ്യൂഡായിരുന്നു. ഈ ശക്തമായ ഭൂകമ്പത്തിൽ റോഡുകളെല്ലാം തകർന്നു, പാലങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഏകദേശം 55 ദശലക്ഷം ആളുകൾ താമസിക്കുന്ന മ്യാൻമറിൽ നിരവധി കെട്ടിടങ്ങളെല്ലാം നിലംപൊത്തി. ലോകത്തിലെ ഏറ്റവും ഭൂമിശാസ്ത്രപരമായ സജീവമായ പ്രദേശങ്ങളിൽ ഒന്നായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. മണ്ഡല മേഖലയിൽ 1591 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇവരെല്ലാം രക്ഷിക്കാനായി രക്ഷാപ്രവർത്തകർ ഉടൻ തന്നെ അവിടെ എത്തി. എന്നാൽ അവരിൽ പോലും പലരും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. തായ്ലാന്റിലും തെക്ക് പടിഞ്ഞാറൻ ചൈനയിലും ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങളിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് നോക്കിയാൽ 1700 പേരോളം മരിച്ചിട്ടുണ്ട്. ഈ മരണങ്ങളിൽ ഭൂരിഭാഗവും സംഭവിച്ചത് മണ്ഡലയിലാണ്. 3400-ലധികം പേർക്ക് പരിക്കേറ്റു. പോരാത്തതിന് 300 പേരെയോളം കാണാതായി. ആശുപത്രികളിൽ ചികിത്സയ്ക്കായി ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്. റെഡ് ക്രോസ് സൊസൈറ്റി വഴിയാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നത്. എന്നാൽ കണക്കുകൾ പ്രകാരം മ്യാൻമറിലെ മരണസംഖ്യ 10,000 കവിയുമെന്നാണ് പറയുന്നത്. സത്യത്തിൽ അത് അവരുടെ വാർഷിക സാമ്പത്തിക ഉൽപാദനത്തേക്കാൾ കൂടുതൽ നഷ്ടമാണ്. അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകൾ പറയുന്നത്, ഞങ്ങളുടെ കൈകൾ കൊണ്ട് ആളുകളെ കുഴിച്ചെടുക്കുന്നു എന്നാണ്. അത്രത്തോളം
വല്ലാത്തൊരവസ്ഥ. മ്യാൻമറിലാണോ ഇനി ഇങ്ങനെ ഒരു പ്രശ്നമെന്ന് നോക്കിയാൽ ഇല്ല. തൊട്ടടുത്ത് 900 കിലോമീറ്റർ അകലെയുള്ള ബാങ്കോക്കിൽ പൂർത്തിയാകാത്ത ഒരു ബഹുനില കെട്ടിടം, 30 നില കെട്ടിടമായിരുന്നു നിലം പരിശായത്. പല ഹോട്ടലുകളുടെ റൂഫിൽ നിന്നും വെള്ളം താഴേക്ക് വീഴുന്നതും കാണാൻ സാധിക്കും. റൂഫ് ടോപ്പിലെ സ്വിമ്മിംഗ് പൂളിലെ വെള്ളമായിരുന്നു ഭൂചലനം കാരണം താഴേക്ക് വന്ന് വീഴുന്നത്. ഈ വീഡിയോസ് എല്ലാം തന്നെ ഇതിനകം ഇന്റർനെറ്റിൽ വൈറലാണ്. ബാങ്കോക്കിൽ 18 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. 11 പേരും ബഹുനില കെട്ടിടത്തിനുള്ളിലായിരുന്നു. അതിൽ 10 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഒരാൾ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. ഏകദേശം അവിടെ കാണാതായവരുടെ കണക്കെടുത്താൽ 78ഓളം പേരുണ്ട്. ഈ സാഹചര്യത്തിലാണ് അവിടെ ഭരിക്കുന്ന സൈനികർക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. കാരണം ആ രാജ്യത്തിന്റെ ഒരു നിലനിൽപ്പ് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് വ്യക്തമായി തന്നെ അറിയാം. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഭൂചലനം ഉണ്ടായത്. എന്ത് ചെയ്യണമെന്നറിയാത്ത അധികാരികൾ അപ്രതീക്ഷിതമായ അപൂർവമായ ഒരു അഭ്യർത്ഥന നടത്തി, തങ്ങൾക്ക് സഹായം വേണമെന്ന്. എന്നാൽ അതിന് മുൻപ് തന്നെ യൂറോപ്യൻ യൂണിയൻ സഹായം ചെയ്യാനായി മുന്നിട്ട് വന്നിരുന്നു. കൂടാതെ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് എന്നൊരു അറിയിപ്പ് ഇന്ത്യ കൊടുക്കാനിരിക്കവെയായിരുന്നു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും മ്യാൻമർ സഹായം ചോദിച്ചു മുന്നോട്ട് വന്നത്. ഇങ്ങനൊരു സഹായം ആവശ്യപ്പെട്ടതും മ്യാൻമറിൽ ഭരണം നടത്തുന്ന സൈന്യം തന്നെയാണ്. തുടർന്ന് തായ്ലാന്റ്, മലേഷ്യ, സിംഗപ്പൂർ, റഷ്യ എന്നീ രാജ്യങ്ങളിലെല്ലാം സഹായങ്ങൾ വന്നു തുടങ്ങി. രക്ഷപ്പെട്ടവരെ കണ്ടെത്തുന്നതിനും അവരെ രക്ഷിക്കുന്നതിനുമുള്ള പ്രാദേശിക ശ്രമങ്ങളിൽ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരും പങ്കുചേർന്നു. പറഞ്ഞു വന്നാൽ ഈ മ്യാൻമറിൽ 200-ലധികം അണക്കെട്ടുകളുണ്ട്. അവയിൽ പുതുതായി നിർമ്മിച്ച അണക്കെട്ടുകളുടെ അവസ്ഥ എന്താണെന്നുള്ളതും നിരീക്ഷിക്കുകയാണ്. സത്യത്തിൽ അതൊക്കെ വലിയൊരു ചോദ്യം തന്നെയാണ്. ഇനി മ്യാൻമറിൽ, ചൈനയിൽ, ബാങ്കോക്കിൽ അവിടങ്ങളിലൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്, ഭൂചലനം ഉണ്ടായത് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ തെറ്റി. അവിടെ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ പോലും ഈ ഭൂകമ്പത്തിന്റെ ചെറിയൊരു പ്രഭാവം അനുഭവപ്പെട്ടതായി പറയുന്നു. അങ്ങനെയാണെങ്കിൽ മ്യാൻമറിൽ ഈ ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള ടെക്ടോണിക് പ്ലേറ്റ്സ് ആണ്. ഭൂമിയുടെ പുറംതോടിൽ പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക ബിറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അവ പരസ്പരം അടുത്ത് നിൽക്കുകയാണ്. ഇന്ത്യൻ പ്ലേറ്റ്സ്, യൂറേഷ്യൻ പ്ലേറ്റ്സ് ഇവയ്ക്കിടയിൽ സംഭവിക്കുന്ന സംഘർഷം കാരണമാണ് ഇങ്ങനെയുള്ള ഭൂചലനങ്ങൾ അവിടെ ഇടയ്ക്കിടെ വരാറുണ്ട്. ഇത് അവിടെയുള്ള ഗവൺമെന്റിന് നന്നായി തന്നെ അറിയാം. എന്നിട്ട് പോലും അവിടെ ഭൂകമ്പങ്ങൾ വന്നാൽ അതിനെ തടയാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. അവിടെ ഭരണം മാറി, പാർട്ടി മാറി, സൈന്യം ഒരു സർക്കാരായി അവിടെ വന്നു. എന്നാൽ ഇതൊക്കെ വഴി സംഭവിച്ച നിരവധി പ്രശ്നങ്ങൾ അവിടെയുള്ള ആഭ്യന്തര ഉൽപാദനത്തെ എത്രത്തോളം ബാധിച്ചോ അതുപോലെ തന്നെ അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും ബാധിച്ചു. 1839 മാർച്ച് 23-ന് ഇവ എന്ന സ്ഥലത്ത് എൻവ എന്ന ഒരു ഭൂകമ്പം ഉണ്ടായി. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 8.0 ആയിരുന്നു. അതായിരുന്നു ഏറ്റവും ശക്തിയേറിയ ഭൂകമ്പം. എന്നാൽ ഇപ്പോഴുണ്ടായ ഈ ഭൂചലനത്തിൽ ഏവ എന്ന ബ്രിഡ്ജ് പൂർണ്ണമായും തകർന്നു. ഏകദേശം 90 വർഷം പഴക്കമുള്ള ഒരു പാലമായിരുന്നു, അതാണിപ്പോൾ തകർന്നത്. 1912-ന് മെയ്മോ ഭൂകമ്പം ഉണ്ടായി. അത് 7.9 തീവ്രതയിലായിരുന്നു. അതിനുശേഷം 1930-ന് വീണ്ടും മാഗ്നിറ്റ്യൂഡ് 7.3. 1946-ലെ സാഗൈൻ ഭൂകമ്പം 7.3 മുതൽ 7.7 മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടെ ഭൂകമ്പങ്ങൾ കണ്ടുവരുന്ന ഒരു പ്രദേശമാണിത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 7.7 റെക്ടറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഭൂമിയിൽ നിന്നും വെറും 10 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഭൂകമ്പവും അതിന്റെ തുടർ ചലനങ്ങളും താരതമ്യേന ആഴം കുറഞ്ഞതായിരുന്നു. എന്നാൽ അത് തന്നെ ഇത്ര വലിയ നാശനഷ്ടങ്ങൾ വിതച്ചു. അതായത് ഉപരിതലത്തിലുണ്ടായ ആഘാതം ആഴമേറിയ ഭൂകമ്പത്തെക്കാട്ടിലും വിനാശകരമായിരിക്കാനാണ് സാധ്യത. കെട്ടിടങ്ങൾ കൂടുതൽ ശക്തമായി കുലുങ്ങി നിലം പതിക്കുന്നത് കാരണമായി. 2004 ഡിസംബർ മാസം 26-ന് ഇന്തോനേഷ്യയുടെ തീരത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂകമ്പങ്ങളിൽ ഒന്നുണ്ടായി. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള മുഴുവൻ പ്രദേശങ്ങളെയും തുടച്ചു നീക്കിയ സുനാമിക്ക് കാരണമായി. 9.1 തീവ്രത രേഖപ്പെടുത്തിയ ആ ഒരു ഭൂകമ്പം ഏകദേശം 2,28,000 ആളുകളുടെ ജീവൻ അപഹരിച്ചു. 1960-ൽ ചിലിയിലുണ്ടായ ഭൂകമ്പം അത് 9.5 റെക്ടറായിരുന്നു. ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന ഭൂകമ്പം, അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ, അതിൻ്റെ ആ ഭീകര രൂപത്തിൻ്റെയും വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പടരുമ്പോഴാണ് അതിൻ്റെ ഗുരുതരാവസ്ഥ പലരും മനസ്സിലാക്കിയത്. പൊതുവെ ഈ റിംഗ് ഓഫ് ഫയർ പ്രദേശങ്ങളിൽ ഭൂകമ്പങ്ങളുടെ സാധ്യത വളരെ കൂടുതലായിരിക്കും.
കാരണം അവിടെ പതിവായി ഭൂകമ്പങ്ങൾ വരാൻ കാരണമാകുന്ന അഗ്നിപർവ്വതങ്ങൾ, ആക്റ്റീവ് വാൽക്കനോസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ജാവ ദ്വീപൊക്കെ എടുത്തു നോക്കിയാൽ ഇടയ്ക്കിടെ അവിടെ ഭൂകമ്പം, ഭൂചലനം ഒക്കെ ഉണ്ടാകാറുണ്ട്. സത്യത്തിൽ അതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ മാറിയിട്ടുണ്ട് എന്ന് പറയാം. ഇനി ഇവിടെ ഈ ഭൂകമ്പം സംഭവിച്ചു, അവിടെ ഈ ദുരിതബാധിതർക്ക് എന്തെങ്കിലും സഹായം ലഭിക്കുന്നതിൽ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ഇതിനകം മ്യാൻമറിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായും അവിടെ സൈനിക ഭരണം കൊണ്ടുവരണം എന്നത് ആഗ്രഹിച്ച ഒരു രാജ്യം അത് ചൈനയായിരുന്നു. മറ്റു രാജ്യങ്ങളൊക്കെ വീണ്ടും മ്യാൻമറിൽ ഒരു ജനാധിപത്യ ഭരണം വരണം എന്ന അഭിപ്രായത്തോടു കൂടി ചിന്തിച്ചപ്പോഴും ചൈന അവിടെ സൈനിക ഭരണം മതി എന്ന നിലപാടിലായിരുന്നു. അതുകൊണ്ട് ചൈനയിൽ നിന്നും മ്യാൻമറിലേക്ക് സഹായം ലഭിക്കും. പക്ഷെ അവിടെ നിരവധി റോഡുകളും ബ്രിഡ്ജിനും ഒക്കെ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളതിനാൽ സഹായം ലഭിക്കാൻ ചില കാലതാമസം ഉണ്ടാകും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സഹായങ്ങൾ അല്ലെങ്കിൽ സഹായത്തെ ആശ്രയിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അടിയന്തരമായി സംഭവിക്കുന്ന കാര്യങ്ങളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ പോലും അവിടെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി ഉണ്ടാകണം. ഇപ്പോൾ ഈ മ്യാൻമറിലും ബാങ്കോക്കിലും ഒക്കെ ഇന്റർനെറ്റ് തകരാറിലാണ്. ഇതിനകം മ്യാൻമറിൽ സൈനിക ഭരണമായതുകൊണ്ട് വിവരങ്ങളൊന്നും പുറത്തറിയാത്ത സാഹചര്യം. ഇതിൽ ഇപ്പോൾ ഇന്റർനെറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അവിടെ കഷ്ടപ്പാടിൽ ആരും അറിയാതെ കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുള്ളവർ എന്തായിരിക്കും ചെയ്യുക? അവർക്ക് എങ്ങനെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ സാധിക്കും? അവിടെ ഭരിക്കുന്നവർ കാരണം അവർക്ക് എന്ത് നന്മയാണ് ഉണ്ടാകാൻ പോകുന്നത്? സത്യത്തിൽ അവർ കാരണം മരണം മാത്രമല്ലേ അവർക്ക് സംഭവിക്കൂ. ഇതിനെല്ലാം കാരണമായ മ്യാൻമർ ഗവൺമെന്റിന് ഇപ്പോൾ ഒരു ഭൂചലനം വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ സഹായിക്കണമെന്നറിയില്ല, എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തണമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ തങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ലോകരാജ്യങ്ങൾ സഹായിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ആരും സഹായിക്കില്ലല്ലോ. തിരികെ ഈ രാജ്യങ്ങൾ ചോദിക്കുന്നത് ഡാറ്റയായിരുന്നു. അവർക്ക് ആവശ്യമായ ഡാറ്റ നൽകണം. ഇനി ഈ ഡാറ്റ ഇവർ നൽകുമോ? ഒരുപക്ഷെ ജനങ്ങൾ മരിച്ചാലും പ്രശ്നമില്ല, ഞങ്ങൾ ഡാറ്റ നൽകില്ല എന്ന നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുമോ? ഒന്നും തന്നെ അറിയില്ല. എന്തായാലും ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ചിന്തിച്ചാൽ ആ രാജ്യത്തെ തന്നെ ദുഃഖത്തിലും ദുരിതത്തിലുമാക്കാൻ കഴിയുമെന്നുള്ളതിന് മ്യാൻമാർ തന്നെ നല്ലൊരു ഉദാഹരണമാണ്. എന്തായാലും അവിടെ സംഭവിച്ചിരിക്കുന്ന ഈ ഭൂചലനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.